ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നമ്മളുടെ ടോപ്പിക്ക് മിഡിൽ ഈസ്റ്റ് വാറിനെ ബേസ് ചെയ്തുള്ളതാണ്. അത് പെട്രോ ഡോളർ എന്ന് നമ്മൾ സ്ഥിരമായി കേൾക്കുന്നതാണ്. പെട്രോ ഡോളർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡോളർ അമേരിക്കൻ കറൻസിയാണ്. അതിനു മുമ്പ് നമുക്കറിയാം എല്ലാ സാമ്രാജ്യങ്ങളും അവരുടെ സാമ്രാജ്യത്തെ കെട്ടി ഉയർത്തിയിരിക്കുന്നത് അവരുടെ കറൻസിയുടെ മുകളിലാണ്. കറൻസി വളരെ സ്ട്രോങ് ആയിട്ടുള്ള കറൻസി. ഇപ്പം ബ്രിട്ടീഷ് സാമ്രാജ്യമുള്ള സമയത്ത് അവരുടെ പൗണ്ട് സ്റ്റെർലിങ്, അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന, പുറമോട്ട് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചരിത്രത്തിലെ ഏതെല്ലാം സാമ്രാജ്യങ്ങളെ കാണുവാൻ സാധിക്കുമായിരുന്നു. അതെല്ലാം അവരുടെ ഇക്കണോമിക് പവറിൻ്റെ ഇക്കണോമിക് പവർ അവരുടെ കറൻസിയെ ബേസ് ചെയ്തിട്ടായിരിക്കും. കറൻസി ആയിരിക്കും അതിൻ്റെ സ്ട്രോങ് പില്ലർ എന്ന് പറയുന്നത്, നെടുന്തൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ സമകാലീന ലോകത്തിൽ നമ്മൾ അമേരിക്കൻ സാമ്രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ഡോളർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സമ്പദ് വ്യവസ്ഥയുടെയും അതുപോലെ തന്നെ അമേരിക്കയുടെ ഗ്ലോബൽ പവറിൻ്റെ എല്ലാം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോഴത്തെ യുദ്ധം ഏറ്റവും വളരെ നിർണായകമായിട്ടുള്ള യുദ്ധമാണ്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള യുദ്ധങ്ങളൊക്കെ തന്നെ ഒരു പക്ഷേ അമേരിക്കൻ പവറിനെ ഇത്രയ്ക്ക്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു ഗ്ലോബൽ പവർ എന്നുള്ള രീതിയിൽ ഇത്രയ്ക്ക് അവരെ എന്താണ് പറയുന്നത്, ഈ ഷേക്ക് ചെയ്ത അല്ലെങ്കിൽ പിടിച്ചുലയ്ക്കുന്ന രീതിയിലുള്ളൊരു യുദ്ധം, അല്ലെങ്കിൽ അവർ യുദ്ധം ആർക്കെതിരെയാണ് ചെയ്തത്? ഇപ്പോൾ ഇറാഖ് യുദ്ധം, ഗൾഫ് വാർ 1ഉം 2ഉം ഇറാഖിനെതിരെ നടത്തിയ യുദ്ധം. അതിനുശേഷം ഒരു മിഡിൽ ഈസ്റ്റിൽ ഇറാനെ പ്രോക്സിയായിട്ട് നിർത്തിക്കൊണ്ട് ഒത്തിരി യുദ്ധങ്ങൾ ചെയ്യുന്നുണ്ട്, ചെറുതും വലുതായിട്ടുള്ള യുദ്ധങ്ങളൊക്കെ തന്നെ. അഫ്ഗാനിസ്ഥാനിൽ 10-20 വർഷത്തോളം അവർ യുദ്ധം ചെയ്തു. താലിബാന് ഭരണം ഏൽപ്പിച്ചിട്ട് അവർ അവിടുന്ന് വിഡ്രോ ചെയ്തെന്ന് പറയുന്നു. അപ്പോൾ ഈ യുദ്ധങ്ങളിലൊക്കെ തന്നെ അമേരിക്കയ്ക്ക് കാര്യമായിട്ടുള്ള പരിക്കുകൾ, പ്രത്യേകിച്ച് അമേരിക്കയുടെ ഗ്ലോബൽ സൂപ്രമസിയെ ചലഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള പരിക്കുകളൊന്നും അമേരിക്കയ്ക്ക് പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ ഒരു യുദ്ധം വളരെ ഡിസിസീവായിട്ടുള്ളൊരു സ്റ്റേജിലേക്കാണ് നമുക്ക്. കാരണം ഈ യുദ്ധം ആണ് ഒരു പക്ഷേ ഈ രണ്ട് വിഭാഗത്തിൽ നിന്ന് പ്രത്യേകിച്ച് അമേരിക്കയുടെ ഗ്ലോബൽ സൂപ്രമസിയും അവരുടെ പെട്രോ ഡോളർ എന്ന് പറയുന്ന ആ വലിയൊരു ഫിനാൻഷ്യൽ പവർ, അവരുടെ അമേരിക്കയ്ക്ക് ഇത്രയും കഴിഞ്ഞ 50 വർഷം 1970 മുതൽ അവരുടെ ആഗോള തലത്തിൽ അല്ലെങ്കിൽ ഗ്ലോബലി അവർക്ക് ഇത്രയും ഫിനാൻഷ്യൽ പവർ അല്ലെങ്കിൽ ഇക്കണോമിക് പവർ നൽകിയ സംവിധാനം പെട്രോ ഡോളറാണ്. പെട്രോ ഡോളർ എന്ന് പറയുമ്പോൾ 1970-കളിൽ അവർ സൗദിയുമായിട്ട് തുടക്കത്തിലുണ്ടാക്കിയൊരു എഗ്രിമെൻ്റാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട ഒരു ഓയിൽ പ്രൊഡ്യൂസിങ് രാജ്യമെന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്ക പറയുന്നത് നിങ്ങളുടെ സെക്യൂരിറ്റി ഞങ്ങൾ ഉറപ്പുവരുത്താം, പക്ഷേ നിങ്ങൾ ഓയിൽ വിൽക്കുന്നത് മൊത്തം ഏത് രാജ്യത്തിന് ഓയിൽ വിറ്റാലും അത് ഡോളറിലായിരിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് ഈ ഡോളർ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ അതിനെ റീസൈക്കിൾ ചെയ്ത് അമേരിക്കയിലേക്ക് കൊണ്ടുവന്നിട്ട് അമേരിക്കൻ ട്രഷറിയിലും ഒക്കെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അപ്പോൾ അതൊരു ഇക്കണോമിക് പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം ആണ് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഇത്രയും നാൾ ലോകത്ത് വളരെ ശക്തമായിട്ടുള്ള ഒരു എന്താണ് സൂപ്പർ പവർ എന്നുള്ളൊരു പദവി അല്ലെങ്കിൽ സൂപ്പർ പവർ എന്നുള്ള സ്റ്റാറ്റസ് നൽകുകയും, അപ്പം ആ ഒരു പദവിയെ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനെ എതിരെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ലോകത്തൊരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ബദൽ സംവിധാനങ്ങളൊന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. സോവിയറ്റ് യൂണിയൻ ഉണ്ടായതെങ്കിൽ തന്നെയും സോവിയറ്റ് യൂണിയൻ ഇതിനെ കാര്യമായിട്ടൊന്നും ചലഞ്ച് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ പിന്നെ നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ഒരു 1-1.5 ദശാബ്ദക്കാലമായിട്ട് പ്രത്യേകിച്ച് ചൈനയും റഷ്യയും ഒക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അലയൻസിൽ കൂടെ ഇറാനും ഒപ്പമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പെട്രോ ഡോളർ സംവിധാനത്തെ അവർ ചലഞ്ച് ചെയ്യുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ബ്രിക്സ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിൽ കൂടെ. ബ്രിക്സിൽ ഇപ്പോൾ ഇന്ത്യ ഉണ്ടെങ്കിൽ തന്നെ ഇന്ത്യ കാര്യമായിട്ട് പ്രത്യക്ഷമായിട്ട് വളരെ ആക്റ്റീവായിട്ട് റഷ്യയുടെയും ചൈനയുടെയും ഇറാനും ഒപ്പം നിന്നിട്ട് പെട്രോ ഡോളറിനെ നമ്മൾ ചലഞ്ച് ചെയ്യുന്ന ഒരു അവസ്ഥയില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ അമേരിക്കയുടെ സാമ്പത്തികമായിട്ടുള്ള ശക്തമായിട്ടുള്ള എന്താണ് പറയുന്നത് ഈ പ്രഷേഴ്സ്, അതുപോലെ തന്നെ സമ്മർദ്ദങ്ങൾ, ഭീഷണികളൊക്കെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഉപരോധങ്ങൾ നമുക്കറിയാം, ഏത് സമയത്തും ഉപരോധം ഏർപ്പെടുത്താൻ. ഉപരോധം എന്ന് പറഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഇപ്പം ടാരിഫ് വാർ ആയാലും ശരി, അതൊരു ഒരു തരത്തിലുള്ളൊരു സാമ്പത്തിക ഉപരോധമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ പറഞ്ഞ രാജ്യങ്ങൾ നേരിടുന്നത് കൊണ്ട് അത് അമേരിക്ക അവരുടെ ഡോളറിനെ വെപ്പണൈസ് ചെയ്ത് ആയുധവൽക്കരിച്ച് ഇതുപോലുള്ള രാജ്യങ്ങൾ, അമേരിക്കയുടെ അഡ്വേഴ്സറി എന്നും അവർ കരുതുന്ന രാജ്യങ്ങൾ, എന്നുവെച്ചാൽ അവരുടെ ഈ ശത്രു രാജ്യം അല്ലെങ്കിൽ അവർക്ക്
എതിരായി നിൽക്കുന്ന രാജ്യം ഏതാണോ ആ രാജ്യത്തിനെതിരെ കൂടുതൽ ശക്തമായിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങളും ഒക്കെ തന്നെ ഏർപ്പെടുത്തുവാൻ വേണ്ടി അവർ ഈ ഡോളറിനെ അവർ ദശാബ്ദങ്ങളായിട്ട് പല രാജ്യങ്ങൾക്കെതിരെയും വളരെ ശക്തമായിട്ടും ഫലവത്തായിട്ടും ഉപയോഗിക്കുകയും ആ രാജ്യങ്ങളൊക്കെ അവർ പിന്നെ കീഴ്പ്പെടുത്തുകയും അല്ലെങ്കിൽ നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കാഴ്ചകൾ നമ്മൾ ജിയോ പൊളിറ്റിക്സിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനൊരു ജിയോ പൊളിറ്റിക്സിൻ്റെ ഒരു ഡിസിസീവായിട്ടുള്ള സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ഈ യുദ്ധം ഒരുപക്ഷെ ഒരു എന്താണ് പറയുന്നത് വഴിത്തിരിവായിരിക്കാം ജിയോ പൊളിറ്റിക്സിലും അല്ലെങ്കിൽ ജിയോ എക്കണോമിക്സിലൊക്കെ തന്നെ. പെട്രോ ഡോളറിൻ്റെ ഭാവിയിൽ പക്ഷേ ഈ ഒരു യുദ്ധത്തിൽ കൂടെ തീരുമാനിക്കപ്പെടാമെന്നുള്ളൊരു അവസ്ഥയിലാണ് ഉണ്ടാകുമെന്നാണ് പല അനലിസ്റ്റുകളും നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഈ 5 ദശാബ്ദക്കാലമായിട്ട് അമേരിക്കയുടെ ഈ പെട്രോ ഡോളർ എന്ന് പറയുന്ന സംവിധാനം അനുസരിച്ച് മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങൾക്ക് അമേരിക്ക സെക്യൂരിറ്റി കൊടുക്കുകയും പകരം അവരെ ഓയിൽ വിൽക്കുന്ന ഇത് ഡോളറിലായിരിക്കണം. എന്ന് വെച്ചാൽ സാധാരണ ഇപ്പോൾ നമുക്കറിയാം ഒരു നോർമൽ സാമ്പത്തിക ക്രയവിക്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തു നിന്ന് സാധനം വാങ്ങിക്കുക അല്ലെങ്കിൽ സാധനവും സേവനവും ഒക്കെ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോർമൽ ട്രേഡാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സൗദിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഇപ്പോൾ ഓയിൽ തന്നെ നിന്നിരിക്കട്ടെ നമുക്ക്. അപ്പോൾ നമ്മൾ സൗദിയുടെ കറൻസി കൊടുത്താൽ മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അവർക്ക് അവരുടെ കറൻസിയിലേ ആവശ്യമാണല്ലോ. അല്ലെങ്കിൽ യു എയിൽ നമ്മൾ മറ്റേതെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുന്നു. അപ്പോൾ നമ്മൾ യു എയുടെ കറൻസി കൊടുത്തിട്ടാണ് നമ്മൾ സാധനങ്ങൾ ഇങ്ങോട്ട് മേടിക്കുന്നത്. ഇപ്പോൾ ഖത്തറിൽ നമ്മൾ ഗ്യാസ് മേടിക്കുമ്പോൾ ഖത്തറിൻ്റെ കറൻസി കൊടുക്കുക, നമ്മൾ ഗ്യാസ് മേടിക്കുക. ഇനി ഇന്ത്യയിൽ നിന്നവർ തീർച്ചയായിട്ടും കാരണം ഇന്ത്യയിൽ പെട്രോൾ ഇല്ലാത്തതുകൊണ്ടും ഗ്യാസ് ഇല്ലാത്തതുകൊണ്ടും റുപ്പി നൽകിയിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും അവർ വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ക്രയവിക്രയം ചെയ്യുന്നു. അതാണ് നോർമൽ ഇക്കണോമിക് ക്രയവിക്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഡോളർ എന്ന് പറഞ്ഞാൽ മൂന്നാമത് രാജ്യത്തിൻ്റെ കറൻസിയെ നമ്മൾ ഈ രാജ്യങ്ങളും ആശ്രയിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ തീർച്ചയായിട്ടും അമേരിക്കയുടെ ഗ്ലോബൽ പവർ കൊണ്ടും നമുക്ക് ഓയിൽ എന്ന് പറയുന്ന കമ്മോഡിറ്റി എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ തന്നെ പ്രാധാന്യമുള്ളതുകൊണ്ടും ആർക്കും ഇത് ഒഴിവാക്കാൻ സാധിക്കാത്തതുകൊണ്ടും അത് അവർക്കറിയാവുന്നതുകൊണ്ടും തീർച്ചയായിട്ടും ഇത് അമേരിക്കയും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു എഗ്രിമെൻ്റാണ്. ആദ്യം സൗദിയിലാണ് അവർ തുടങ്ങിയത്. പിന്നെ അതിന് ശേഷം ബാക്കി ഒപ്പക്കിലുള്ള ഈ പറഞ്ഞ ഗൾഫ് മൊണാർക്കി എല്ലാം അല്ലെങ്കിൽ UAE, ഖത്തർ അല്ലെങ്കിൽ ബഹ്റൈൻ, കുവൈറ്റ്, ഇറാഖ് ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ ഡോളറിൽ ആരവരിൽ നിന്ന് ഏത് രാജ്യം അവരിൽ നിന്ന് ഓയിൽ വാങ്ങിച്ചാലും ഡോളറിലായിരിക്കണം എന്നുള്ള ഒരു ട്രീറ്റി അല്ലെങ്കിൽ ഒരു കരാറാണ്. അപ്പോൾ ആ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും നാളും ഗ്ലോബൽ ഓയിൽ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ ഇതിനെ ഒരു ഡിസ്റപ്ഷൻ ഇപ്പോൾ തീർച്ചയായിട്ടും ഇറാൻ വാറോടുകൂടി ചെറിയൊരു തലത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കാരണം സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ഇറാന് ആണ്. കാരണം അതിൻ്റെ ഒരു നമുക്കറിയാം അത് ഇറാൻ്റെ ജുറിസ്ഡിക്ഷണൽ പവറിൻ്റെ അധികാര ജുറിസ്ഡിക്ഷനുള്ളൊരു സ്ഥലമാണ്. അത് യുദ്ധം ചെയ്ത് മാത്രം ഒരു പക്ഷേ ഇറാനിൽ നിന്നും മറ്റു രാജ്യങ്ങൾക്ക് അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്ക് ഒരു പക്ഷേ കൈവശമാക്കാനോ അല്ലെങ്കിൽ ഇറാനിൽ നിന്നും അതിനെ വേർപെടുത്താൻ സാധിക്കത്തുള്ളൂ. അല്ലാത്തത്തോളം കാലം ഇറാനാണ് അവരുടെ ഡോമിനൻസ്. തീർച്ചയായിട്ടും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീ റൗട്ടും ആയതുകൊണ്ട് തീർച്ചയായിട്ടും എന്നുവെച്ചാൽ ഏകദേശം ഗ്ലോബൽ ഓയിൽ ട്രേഡിൻ്റെ മാത്രം ഒരു 20 to 25%, പലരും പല കണക്കാണ് പറഞ്ഞത്. ചിലർ 20%, ചിലർ 25%, ചിലർ 30% എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ലെറ്റ്സ് ഒരു 20 to 30% ഗ്ലോബൽ ട്രേഡ് ക്രൂഡ് ഓയിലിൻ്റെ ആയാലും ഗ്യാസിൻ്റെ ആയാലും അപ്പോൾ ക്രൂഡ് ഓയിൽ തന്നെ 20% മുകളിൽ ഈ പറഞ്ഞ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് വഴിയാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. ടു ആൻഡ് ഫ്രോ മീൻസ് മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇന്ത്യ, ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ ഇതുപോലുള്ള പാകിസ്ഥാൻ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഏഷ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഈ പറഞ്ഞ റൂട്ടാണ് ഉപയോഗിക്കുന്നത്. സീ റൂട്ട് അല്ലെങ്കിൽ സീ റൂട്ട് മീൻസ് ഈ ഒരു സ്ട്രെയിറ്റ് കടലെടുക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്തിൽ ബ്ലോക്കേഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം ക്രൂഡിൻ്റെ ഫ്ലോ ഡിസ്റപ്റ്റ് ആകും. ക്രൂഡിൻ്റെ ഫ്ലോ ഡിസ്റപ്റ്റ് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കൺസ്യൂം ചെയ്യുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇറാന് ഇങ്ങനൊരു ഈ ബ്ലോക്കേഡ് ഏർപ്പെടുത്തുകയും അവർ മുന്നോട്ട് വെച്ചൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഷിപ്സിനെ അല്ലെങ്കിൽ മർച്ചൻഡൈസ് ഈ പറഞ്ഞ ഓയിൽ ടാങ്കേഴ്സിനെ പോകാൻ അനുവദിക്കാം. പക്ഷേ അത് യുവാൻ കൊടുത്താൽ മാത്രമേ, എന്നുവെച്ചാൽ ഈ ഓയിൽ ട്രേഡ് നടത്തുവാൻ ഇറാന് കൊടുത്താൽ മാത്രമേ തീർച്ചയായിട്ടും അവർക്ക് ഈ ഷിപ്പുകൾ ഇതുവഴി പാസ് ചെയ്യാൻ അനുവദിക്കൂ എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക ഗൾഫ് രാജ്യങ്ങൾക്ക് പൂർണ്ണ സെക്യൂരിറ്റി വാഗ്ദാനം ചെയ്തിട്ടാണ് പെട്രോ ഡോളർ സംവിധാനം ഉണ്ടാക്കിയത്.
ഇപ്പോൾ യുദ്ധം തുടങ്ങിയതിന് ശേഷം മിഡിൽ ഈസ്റ്റിലുള്ള പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ GCC കൺട്രീസിലെ മിലിറ്ററി ബേസ് എല്ലാം, അമേരിക്കയുടെ മിലിറ്ററി ബേസ് എല്ലാം ഇറാന് വളരെ ചീപ്പായിട്ടുള്ള ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കാൻ സാധിച്ചു. അപ്പോൾ ഒരു മിലിറ്ററി ബേസും അല്ലെങ്കിൽ അമേരിക്കയുടെ മിലിറ്ററി അസറ്റ്സുകളൊന്നും തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ സേഫ് അല്ല, സെക്യൂർ അല്ലെന്നുള്ള കാര്യം ഇതിലൂടെ തെളിഞ്ഞു കഴിഞ്ഞു. അപ്പം മിലിറ്ററി ബേസുകൾ പോലും, അമേരിക്കയുടെ മിലിറ്ററി ബേസസ് പോലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയാത്ത അമേരിക്കയ്ക്ക് ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളുടെ പ്രൊട്ടക്ഷൻ, സെക്യൂരിറ്റി എങ്ങനെ ഉറപ്പാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ ഒരു അവസ്ഥ ഗൾഫ് രാജ്യങ്ങളിലെ റീതിങ്ക് ചെയ്യാൻ, എന്നുവെച്ചാൽ അവരുടെ സെക്യൂരിറ്റിയെ റീതിങ്ക് ചെയ്യാൻ, എന്ന് പറഞ്ഞാൽ അവർക്ക് സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് വളരെ അത്യാവശ്യമാണ്. സ്ട്രൈറ്റ് ഓഫ് ഹോർമസിൽ കൂടെ അവരുടെ ഓയിൽ പുറം ലോകത്തേക്ക് പോയേ വരത്തുള്ളൂ. കാരണം അവരുടെ മെയിൻ സ്റ്റേ ഇല്ലേ, അവർ മുഖ്യമായിട്ട് ആശ്രയിക്കുന്നത് അവരുടെ ഓയിലും ഗ്യാസും എക്സ്പോർട്ട് ചെയ്തുള്ള റവന്യൂ കൊണ്ടാണ്, പ്രത്യേകിച്ച് ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും. അതിന് സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് തുറന്നു കിട്ടിയാൽ മാത്രമേ അതുവഴി സുഗമമായിട്ടുള്ള ട്രേഡ്, ഓയിൽ ട്രേഡ് നടന്നാൽ മാത്രമേ ഈ രാജ്യങ്ങൾക്ക് അവരുടെ സാമ്പത്തിക സെക്യൂരിറ്റി അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയോ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഉറപ്പാക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി ഓയിൽ മാത്രമല്ല, മറ്റ് ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെർച്ചൻഡൈസ് എല്ലാം തന്നെ ഇപ്പം അവിടുന്ന് പുറത്തേക്കുള്ള ഈ പറഞ്ഞ രാജ്യങ്ങൾ അവരുടെ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളും ഈ പറഞ്ഞ സ്ട്രൈറ്റ് ഓഫ് ഹോർമസിൽ കൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. ഓയിലും ഗ്യാസും മാത്രമല്ല, മറ്റ് മെർച്ചൻഡൈസൊക്കെ തന്നെ. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നിപ്പം ഭക്ഷണ സാധനങ്ങളും അഗ്രികൾച്ചറൽ പ്രോഡക്ട്സും അല്ലെങ്കിൽ മറ്റ് പ്രോഡക്ട്സുകളൊക്കെ തന്നെ ഗൾഫിലേക്ക് പോകുന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് വഴിയാണ് പോകുന്നത്. അപ്പോൾ ഓയിലും ഗ്യാസും മാത്രമല്ല, മറ്റ് പ്രധാനപ്പെട്ട മെർച്ചൻഡൈസുകളെല്ലാം തന്നെ, ഗൾഫ് രാജ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെർച്ചൻഡൈസുകളെല്ലാം തന്നെ ഈ പറഞ്ഞ സീ റൂട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ സ്ട്രൈറ്റിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്ട്രൈറ്റ് ഈ പറഞ്ഞ രാജ്യങ്ങളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇന്ത്യ ആയാലും ചൈന ആയാലും അല്ലെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങൾക്കൊന്നും പാകിസ്ഥാനൊക്കെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ഒന്നും വിഷയമല്ല. കാരണം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ക്രിട്ടിക്കലായിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ക്രൂഡാണ്, ഓയിലാണ്. കാരണം അത് വന്നില്ലെങ്കിൽ, അത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ രാജ്യം സ്റ്റാൻഡ് സ്റ്റില്ലാകും. നമുക്ക് നമ്മുടെ രാജ്യത്തെ കാര്യങ്ങൾ ഓടിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് അപ്പുറത്തുള്ള രാജ്യങ്ങൾക്കും ഇപ്പുറത്തുള്ള രാജ്യങ്ങൾ, എന്നുവെച്ചാൽ ഓയിൽ വാങ്ങിക്കുന്ന രാജ്യങ്ങൾക്കും ഓയിൽ വിൽക്കുന്ന രാജ്യങ്ങൾക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ആണ്, കടലെടുക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഡോമിനൻസ് ഇറാനാണ്. അപ്പോൾ ഇറാൻ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ മാത്രമേ തീർച്ചയായിട്ടും ഇത് ഇനിയും ഭാവിയിൽ ഒരുപക്ഷെ ഈ യുദ്ധം നിൽക്കുകയാണെങ്കിൽ കൂടിയും ഒരുപക്ഷെ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ ഇറാൻ ഏറ്റെടുത്തുകൊണ്ടായിരിക്കും ഇനിയും കാര്യങ്ങൾ മുന്നോട്ട് ഒരുപക്ഷെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഗൾഫിലെ രാജ്യങ്ങൾക്ക് ഇറാനുമായിട്ട് തീർച്ചയായിട്ടും ഒരു കോംപ്രമൈസ് ഫോമുല ഉണ്ടാക്കാതെ അവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്രയും അമേരിക്ക കൊട്ടിഘോഷിച്ച സെക്യൂരിറ്റി അവർക്ക് നൽകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നൊക്കെ തന്നെ മില്യൺസും ബില്യൺസും ഒക്കെ ചിലവഴിച്ച് ഇത്രയും വലിയ ആയുധങ്ങൾ, സിസ്റ്റംസൊക്കെ തന്നെ ഇവിടെ കൊണ്ടുവയ്ക്കുകയും ഈ രാജ്യങ്ങളിൽ എയർബേസും അല്ലെങ്കിൽ മിലിറ്ററി ബേസൊക്കെ സ്ഥാപിക്കുകയും, പക്ഷേ വളരെ ഈസി ടാർഗറ്റായിട്ട് ഇറാൻ്റെ മിസൈലിനും ഡ്രോണിനും ഒക്കെ ഈസി ടാർഗറ്റായിട്ട് ഈ പ്രദേശങ്ങൾ, ഈ രാജ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ യുദ്ധം ഒരുപക്ഷെ അവസാനിക്കുന്നത് അല്ലെങ്കിൽ അവസാനിച്ചു കഴിഞ്ഞ് ഈ റീജിയനുമായിട്ട് ബന്ധപ്പെട്ട ജിയോ പൊളിറ്റിക്കൽ ഫോർമുലയും ഇക്വേഷനൊക്കെ തന്നെ വളരെ ഗണ്യമായ രീതിയിൽ മാറുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇനി നമുക്ക് ഈ പറഞ്ഞ രാജ്യങ്ങൾ അമേരിക്കയുടെ മിലിറ്ററി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിഫൻസ് സെക്യൂരിറ്റി അവരെത്രത്തോളം വിശ്വസിക്കും, ഇനിയും അവർ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് അവിടെ മിലിറ്ററി ബേസുകൾ കൊടുക്കുവാനും ഇതുപോലെ വ്യാപകമായ രീതിയിൽ അമേരിക്കയ്ക്ക് അവിടെ ഒരു താവളം കൊടുക്കുവാനും അവർ തയ്യാറാകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്, നമുക്കറിയില്ല. കാരണം അത് ഈ പറഞ്ഞ രാജ്യങ്ങളുടെ തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ എന്താണെന്ന് തീരുമാനിക്കുന്നതിനുള്ള അവകാശവും അധികാരവും അവർക്കാണുള്ളത്. അവരൊരു പക്ഷേ ഇനി അമേരിക്കയെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഈ പറഞ്ഞ മിലിറ്ററി ബേസൊക്കെ തന്നെ ഇത് റീകൺസ്ട്രക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ കാരണം ഇതൊക്കെ റീകൺസ്ട്രക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. ഈ നഷ്ടപ്പെട്ട ആയുധങ്ങൾ, കാരണം യുദ്ധം കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം നമുക്കറിയാം ആർമറി, അവരുടെ ആയുധപ്പുര ഏത് രാജ്യത്തിൻ്റെ ആയാലും അവർക്ക് കൂടുതൽ ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടി വരും, അവരുടെ മിലിറ്ററി വെപ്പൺസ് ഉപയോഗിക്കേണ്ടി വരും കണ്ടിന്യൂസ് ബേസിൽ. പിന്നെ ഈ തകർന്നടിഞ്ഞ് ഡാമേജ് ആയിട്ടുള്ള ഡിസ്ട്രക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മിലിറ്ററി ബേസുകളൊക്കെ തന്നെ ഒന്നുകിൽ ഇതിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനെ ഉപേക്ഷിക്കേണ്ടി വരും. എന്തു തന്നെയായാലും ശരി, ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ തന്നെ വളരെ ഹെവി കോസ്റ്റ് ഉണ്ടായിട്ടുള്ളത്.
നമുക്കറിയാം അമേരിക്ക എന്തായാലും അവരുടെ സ്വന്തം ചിലവിൽ ഈ പറഞ്ഞ മിലിറ്ററി ബേസ് ഒന്നും റീകൺസ്ട്രക്ട് ചെയ്യാൻ ഇനിയും ഒരിക്കലും താല്പര്യം കാണിക്കത്തില്ല. അഥവാ ഇനി മിലിറ്ററി ബേസ് അവിടെ വേണമെന്ന് ഈ പറഞ്ഞ രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ തന്നെ, ഈ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സൗദി ആയാലും UAE ആയാലും ഈവൻ ഖത്തർ, ബഹ്റൈൻ, അമേരിക്കയുടെ 5th ഫ്ലീറ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബഹ്റിലാണ്. അതെല്ലാം ഏകദേശം എന്താണ് പറയുന്നത്, ഇനിയും അത്ര പെട്ടെന്നൊന്നും പുനർനിർമ്മിക്കാൻ സാധ്യമാകുന്ന രീതിയിലല്ല അത് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക വാഗ്ദാനം ചെയ്തിട്ടുള്ള മിലിറ്ററി സെക്യൂരിറ്റി അല്ലെങ്കിൽ ഡിഫൻസ് സെക്യൂരിറ്റി ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് ഇനി എത്രത്തോളം വിശ്വസിക്കാനാകും, ആ വിശ്വാസത്തിൻ്റെ പുറത്ത് അവർക്ക് തീർച്ചയായിട്ടും ഇനിയും അടുത്ത ജിയോ പൊളിറ്റിക്കൽ ഫേസിൽ അമേരിക്കയുടെ മിലിറ്ററി ബേസ് അല്ലെങ്കിൽ അമേരിക്കൻ വെപ്പൺസും ഒക്കെ തന്നെ ഈ പറഞ്ഞ രാജ്യങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാരണം ഇത് തീർച്ചയായിട്ടും ഇനിയും നമുക്ക് ഈ കണ്ടീഷൻ റിവേഴ്സ് ചെയ്ത് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ളൊരു കണ്ടീഷനിലേക്ക് നമുക്ക് ഇതിനെ കാണാൻ നമുക്ക് സാധിക്കത്തില്ല. ഇറാൻ്റെ ഭാഗത്തുനിന്നായാലും തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള എന്താണ് പറയുന്നത് ഒരു കണ്ടീഷണാലിറ്റീസ് എല്ലാം വളരെ അവർ മുൻപോട്ട് വെക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ഒരു സീസ് ഫെയറും അല്ലെങ്കിൽ അവിടെ ഒരു പീസ് നമുക്ക് കാണുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പഴയ തൽസ്ഥിതി എന്തായിരുന്നു ആ തൽസ്ഥിതിയിലേക്ക് തീർച്ചയായിട്ടും പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്ക് തീർച്ചയായിട്ടും ഒരു എന്താണ് പറയുന്നത് റീഡിഫൈൻഡ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ റീജിയണൽ ഇക്വേഷനായിരിക്കും നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ പറഞ്ഞ അമേരിക്ക ഇതുവരെ വാഗ്ദാനം ചെയ്തിട്ടുള്ള മിലിറ്ററി ഡിഫൻസ് സെക്യൂരിറ്റി ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക്, കാരണം ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം വളരെ ഹെവി ആയിട്ടുള്ള കാഷ്വാലിറ്റീസ്, ഡാമേജസ്, ഡിസ്ട്രക്ഷൻ, അതുപോലെ ഇറാൻ്റെ ഭാഗത്തുനിന്നുള്ള അറ്റാക്സ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള അറ്റാക്കുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അമേരിക്കയ്ക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളൊന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി യുദ്ധം തീർന്നാൽ തന്നെ ഈ പറഞ്ഞ രാജ്യങ്ങൾ അമേരിക്ക എത്രത്തോളം വിശ്വസിക്കുകയും ഈ പറഞ്ഞ രാജ്യങ്ങൾ അമേരിക്കയുടെ മിലിറ്ററി ബേസിനെ ഇത് റീകൺസ്ട്രക്റ്റ് ചെയ്ത് അതുപോലെ തന്നെ അമേരിക്കയുടെ ആംസും അല്ലെങ്കിൽ വെപ്പൺസും ഒക്കെ തന്നെ അവരവരുടെ ഈ പറഞ്ഞ എന്താണ് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടി അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ ഈ പെട്രോ ഡോളർ ഈ പറഞ്ഞ അമേരിക്ക അവിടുത്തെ സെക്യൂരിറ്റിയെ ഡിപ്പെൻഡ് ചെയ്താണ് പെട്രോ ഡോളർ നിലനിന്നിരുന്നത്. അപ്പം ഈ രാജ്യങ്ങൾക്ക് അമേരിക്കയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഇനി പെട്രോ ഡോളറിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലെന്നുള്ള കൂടി നമുക്ക് അത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പെട്രോ ഡോളർ കൊളാപ്സ് ആകുകയാണെങ്കിൽ അമേരിക്കൻ എക്കോണമി ഏകദേശം കൊളാപ്സ് ആകാനും അമേരിക്കയുടെ ഗ്ലോബൽ പവർ കൊളാപ്സ് ആകാനുള്ള സാധ്യത നമുക്ക് തീർച്ചയായിട്ടും, കാരണം ഇതിനെ ബേസ് ചെയ്താണ് അമേരിക്കയുടെ ഫിനാൻഷ്യൽ പവറും ഇക്കണോമിക് പവറും അവരുടെ ഗ്ലോബൽ സൂപ്രമസി എല്ലാം തന്നെ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെട്രോ ഡോളർ എന്ന് പറയുന്ന ആ ഫൗണ്ടേഷൻ കൊളാപ്സ് ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കൻ എംപയർ കൊളാപ്സ് ആകുന്നതിന് തുല്യമാണ്. അപ്പോൾ അമേരിക്കൻ എംപയർ കൊളാപ്സ് ആകണോ വേണ്ടോ എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഒരു പക്ഷേ ഈ പറഞ്ഞ GCC രാജ്യങ്ങളിൽ നിന്നായിരിക്കും. കാരണം അവർ അമേരിക്കയിൽ നിന്നും പ്രതീക്ഷിച്ച ഈ പറഞ്ഞ സുരക്ഷ അവർക്ക് ലഭിക്കാതെ വന്നതുകൊണ്ട് തീർച്ചയായിട്ടും അവർ റീതിങ്ക് ചെയ്യുകയും അല്ലെങ്കിൽ അവർ മറ്റൊരു തീരുമാനം എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇറാനുമായിട്ടും അല്ലെങ്കിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ചൈന, റഷ്യ ഇതുപോലുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു പുതിയ സെക്യൂരിറ്റി സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചർ അല്ലെങ്കിൽ സെക്യൂരിറ്റി ആർക്കിടെക്ചർ എന്നൊക്കെ പറയാം. അപ്പോൾ അതിനെ അതിലവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഈ റീജിയനിൽ നിന്ന് അവരുടെ പൂർണ്ണമായിട്ടുള്ള സാന്നിധ്യം പിൻവലിക്കേണ്ടി വരും, അവർക്ക് അവിടുന്ന് പിൻവാങ്ങേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ പെട്രോ ഡോളർ ഏറ്റവും കൂടുതൽ ഇനിയും അപ്പോൾ അത് തന്നെയല്ല, കാരണം ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ ഇതിനെ വളരെ സംശയകരമായിട്ടും ഒക്കെ തന്നെ അനലൈസ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇറാൻ വാർ ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള തിരിച്ചടി പെട്രോ ഡോളറിന് അല്ലെങ്കിൽ തിരിച്ചടി പെട്രോ ഡോളർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് ആസ്പദമാക്കി അവർ വളരെ എന്താണ് പറയുന്നത് ഈ അമേരിക്കൻ ഈ വെസ്റ്റേൺ മീഡിയാസ് പോലും തീർച്ചയായിട്ടും സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു റിയാലിറ്റി ആകുവാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പായിരിക്കാം നമുക്ക് ഒരു പക്ഷേ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കാരണം ഏറ്റവും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ ലോകത്തുണ്ടാകുമ്പോൾ അത് യുദ്ധമായാലും ശരി, ഇപ്പോൾ കോവിഡ് പോലുള്ള കാര്യങ്ങളായാലും ശരി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രതിഭാസം, യുദ്ധമാണല്ലോ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വേഴ്സ്റ്റ് കേസ് സിനാറിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് യുദ്ധം എന്ന് പറയുമ്പം വളരെ ഈ ഷോർട്ട് ടൈമിലുള്ള ഇപ്പം കഴിഞ്ഞ വർഷം നടന്ന 12 ദിവസ യുദ്ധമല്ല, അല്ലെങ്കിൽ ഈ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഇറാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ്റെ അത്രയും സ്വാധീനം ചെലുത്താൻ കഴിയാത്തൊരു രാജ്യമാണ് ഇറാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഗ്ലോബൽ എനർജി മാർക്കറ്റിലും അല്ലെങ്കിൽ ഗ്ലോബൽ എനർജി സപ്ലൈ ചെയിനിലും ഒക്കെ തന്നെ സിറിയ ആയാലും ഇറാഖായാലും ഈവൻ ലിബിയ, ലെബനൻ ഇതുപോലുള്ള രാജ്യങ്ങൾക്കൊന്നും ഇറാൻ ഇപ്പോൾ
ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്ര അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കത്തില്ല. അതിനല്ല സദാം ഹുസൈൻ്റെ സമയത്തുള്ള ഇറാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഇന്ന് പിന്നെ ഒരുപക്ഷെ ഇത്രയും ഒരു ടൈം ഗ്യാപ്പ് അമേരിക്കയും ഇസ്രയേലും ഒക്കെ തന്നെ ഇറാനെ കൊടുത്തത് ഇറാനെ ഇത്രയും ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാനാണെന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം പൊളിറ്റിക്സിലൊന്നും തന്നെ ആകസ്മികമായിട്ട് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത പറയുന്നത്. കാരണം അവിടെ എല്ലാം സ്ക്രിപ്റ്റ് നേരത്തെ തന്നെ ആരോ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളെല്ലാം അൺഫോൾഡ് ചെയ്യുന്നത്. ചുരുളഴിയുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. അല്ല പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അമേരിക്ക ഇസ്രായേലിനെ തീരുമാനിച്ച് ഇറാനിൽ കൊണ്ട് ബോംബിട്ടേക്കാം, ഇന്ന് നമുക്ക് ബോംബിടാം, അല്ലെങ്കിൽ 2026 ഫെബ്രുവരി 22 നമുക്ക് ബോംബിടാം, അങ്ങനെയൊന്നുമില്ല തീർച്ചയായിട്ടും കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ജിയോ പൊളിറ്റിക്സിലായാലും നമ്മുടെ നാഷണൽ പൊളിറ്റിക്സിലായാലും റീജിയണൽ പൊളിറ്റിക്സിലായാലും ലോക്കൽ പൊളിറ്റിക്സിലായാലും ഒന്നും തന്നെ തീർച്ചയായിട്ടും ഈ സ്വാഭാവികമായിട്ട് ആക്സിഡൻ്റ് എന്ന് പറയുന്ന കാര്യം പൊളിറ്റിക്സിൽ ഇരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്സിൽ, ലാർജർ പൊളിറ്റിക്സിൽ, ബിഗ് പൊളിറ്റിക്സിൽ അങ്ങനെയൊന്നും ഒരു സംഭവമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും വർഷം കൊണ്ട്, കാരണം അവർക്ക് ഒരു 10 വർഷം മുമ്പേ അല്ലെങ്കിൽ 15 വർഷം മുമ്പേ തീർച്ചയായിട്ടും ഇറാനെ ഈ പറഞ്ഞ രീതിയിൽ ഒരു രീതിയിൽ ആക്രമിച്ചിരുന്നെങ്കിൽ പക്ഷേ ഇത്രയും ശക്തമായിട്ടുള്ള തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ലായിരുന്നായിരിക്കാം, ഇല്ലേ? കാരണം ഇത്രയും വർഷം കൊണ്ട് ഇറാൻ അവരുടെ ശക്തി ബിൽഡപ്പ് ചെയ്യുകയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ മനസ്സിലായി. കാരണം ഈ ജിയോ പൊളിറ്റിക്കൽ അനലിസ്റ്റ് പറയുന്നത് കഴിഞ്ഞ 40 വർഷമായിട്ട്, എസ്പെഷ്യലി 40 വർഷം നമ്മൾ എടുക്കേണ്ട, കഴിഞ്ഞ 20 വർഷമായിട്ട് ഇറാൻ ഈ വാറിന് വേണ്ടി അവർ പ്ലാൻ ചെയ്യുകയാണ്. എന്നുവെച്ചാൽ അവരെ ഏത് സമയവും ഇസ്രായേൽ അമേരിക്കൻ ആക്സിസ് ആക്രമിക്കുമെന്നുള്ള ഒരു പൂർണ്ണ ബോധം ഇറാൻ ഉണ്ടായിരുന്നത് കൊണ്ട് കഴിഞ്ഞ മിനിമം ഒരു 20 ഇയേഴ്സെങ്കിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഇറാഖിനെ ആക്രമിച്ച ആ ഒരു കാലഘട്ടം മുതൽ ഇങ്ങോട്ട്, കാരണം അന്ന് അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഡിക്ലെയർ ചെയ്തതാണ് 7 രാജ്യങ്ങളെ അവർ നോക്ക് ഡൗൺ ചെയ്യുന്നുള്ളത്. ഇറാഖ്, സിറിയ, ലിബിയ, ലെബനൻ, സുഡാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ. അപ്പോൾ ഈ പറഞ്ഞ ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം ഇവരെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഗ്രാജുവലായിട്ട് ഡീസ്റ്റെബിലൈസ് ചെയ്യുകയും നോക്ക് ഡൗൺ ചെയ്യുകയും ചെയ്തു. ഇറാനാണ് അതിൽ അവശേഷിച്ചെന്നൊരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 7 രാജ്യങ്ങളെ അവർ ആക്രമിക്കുവാൻ തീരുമാനം എടുത്തത്? ബാക്കിയുള്ള രാജ്യങ്ങളെ എന്തുകൊണ്ടാണ് അവർ ആക്രമിക്കാതെ 7 രാജ്യങ്ങളാണ് അവരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടതെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അത് ഇറാനെ എന്തുകൊണ്ട് ആക്രമിച്ചു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ റീസൺസ് തന്നെയാണ് നമ്മൾ പുറമോട്ട് ഇതിനെ റീ എഞ്ചിനീയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്. കാരണം ഇറാഖിൽ തുടക്കമാണെങ്കിൽ തീർച്ചയായിട്ടും ആ തുടക്കത്തിൻ്റെ എൻഡ് പോയിൻ്റാണ് ഇറാൻ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊന്നും ഇറാന് ഈ ജിയോ പൊളിറ്റിക്കൽ ഗ്ലോബൽ എനർജി മാർക്കറ്റിൽ അല്ലെങ്കിൽ ഗ്ലോബൽ എനർജി സപ്ലൈ ചെയിനിൽ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ശക്തിയൊന്നും ഈ പറഞ്ഞ മറ്റു രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇറാഖിനോ സിറിയയ്ക്കോ ലെബനൻ, ലിബിയ ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ രാജ്യങ്ങൾ ഇറാൻ്റെ അത്രയും ശക്തമല്ലായിരുന്നു എന്നുള്ള ഒരു വസ്തുതകളുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഈ പറഞ്ഞ അമേരിക്കയ്ക്കും ഇസ്രായേലിനോ അല്ലെങ്കിൽ ഈ അവരോടൊപ്പം നിന്ന ഈ ഗൾഫിലെ സഖ്യകക്ഷികൾക്കൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഡീസ്റ്റേബിലൈസ് ചെയ്യാനോ കോൺക്വർ ചെയ്യാനോ അല്ലെങ്കിൽ നോക്ക് ഡൗൺ ചെയ്യാനൊക്കെ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇറാനെ തീർച്ചയായിട്ടും അത്ര എളുപ്പമല്ല എന്നുള്ളൊരു റിയലൈസേഷൻ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ഈ യുദ്ധം ഇപ്പോൾ ട്രംപ് എന്തുകൊണ്ട് വളരെ പെട്ടെന്ന് എടുത്തു ചാടി എന്നുള്ളത് നമുക്കറിയാം. പല രാജ്യത്തിലെയും പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ അതുപോലുള്ള പ്രഷേഴ്സൊക്കെ ഉണ്ടാകും. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻസിനെല്ലാം തന്നെ നമുക്കറിയാം, ഏത് കാലത്ത് ഏത് പ്രസിഡൻ്റായാലും തീർച്ചയായിട്ടും അവർക്കുണ്ടാകുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ അവരെ ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് പുറവിലുള്ള ഇൻവിസിബിൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന, എന്നുവെച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് കാണാൻ കഴിയാത്ത വളരെ ശക്തമായിട്ടുള്ള കരങ്ങളുണ്ട്. എന്നുവെച്ചാൽ അവരുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റിനെ ഓൺ ചെയ്യുന്ന വളരെ വെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഫിനാൻഷ്യൽ, മിലിറ്ററി ഇൻഡസ്ട്രീസൊക്കെ കൺട്രോൾ ചെയ്യുന്ന വൻ ശക്തികളുണ്ട്. അപ്പോൾ അവരുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടും ഒക്കെ തന്നെയാണ് അമേരിക്കൻ പ്രസിഡൻറ്റും അല്ലെങ്കിൽ നമുക്കറിയാം ഈവൻ പാകിസ്ഥാനിലും ഒക്കെ തന്നെ അവരുടെ ഗവൺമെൻറ് വളരെ ശക്തമായിട്ടുള്ള ഡൊമസ്റ്റിക് പ്രഷേഴ്സ്, സമ്മർദ്ദങ്ങൾ ഒക്കെ തന്നെ അവർ നേരിടുമ്പോൾ
യുദ്ധത്തിൽ ഏർപ്പെടാനോ അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ടുള്ള കലാപങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ പറഞ്ഞ ബോംബ് പൊട്ടിക്കാനോ ഒക്കെ തന്നെ അവർ മുതിരുന്നത് ഇതുപോലുള്ള ഇപ്പോൾ ഈ ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വളരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദങ്ങളാണ് ആഭ്യന്തരമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ മറികടക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ താൽക്കാലികമായിട്ട് രക്ഷപ്പെടാനോ ഒക്കെ തന്നെയാണ് അയൽ രാജ്യങ്ങളുമായിട്ട് യുദ്ധം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇതുപോലുള്ള ക്രൈസിസ് ഒക്കെ തന്നെ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു ജിയോ പൊളിറ്റിക്കൽ കാഴ്ച ഉണ്ട്, ഈ ലോകത്തുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്, സത്യമാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെയുള്ളൊരു കമ്പൽഷൻ്റെ പ്രഷറിൻ്റെയും കൂടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ ട്രംപ് തീർച്ചയായിട്ടും ഇത്രയൊക്കെ കോൺസിക്വൻസ് ഉണ്ടാകാം. കാരണം അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ അവരുടെ ഡിഫൻസ് പെൻറ്റഗണിലായാലും ശരി, അവരുടെ ഈ പറഞ്ഞ ഇൻ്റലിജൻസിലായാലും ശരി, ഈവൻ അവരുടെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റിലൊക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ടും ട്രംപ് ഇങ്ങനെ ഒരു യുദ്ധത്തിന് മുതിരുക എന്നുള്ളത് നമുക്കറിയാം മറ്റു പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം എന്നുള്ളതും. അപ്പോൾ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ, ദുരന്ത ഫലങ്ങൾ വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടിയുടെ രൂപത്തിൽ അമേരിക്കയും ഈവൻ ഇസ്രായേലും ഒക്കെ. കാരണം ഇസ്രായേലിനെക്കുറിച്ച് നമുക്കറിയാം ഇവിടുത്തെ മീഡിയാസ് ഒന്നും റിപ്പോർട്ട് ചെയ്യുന്ന പോലല്ല. കാരണം ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ലോകത്തുള്ള ജിയോ പൊളിറ്റിക്കൽ അനലിസ്റ്റിൻ്റെ നമ്മൾ അവരുടെ അനാലിസിസും അല്ലെങ്കിൽ അവരുടെ ചാനലുകളിൽ കൂടെ വരുന്ന റിപ്പോർട്ടിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടെലവീവൊക്കെ വളരെ തവിട് പൊടിയായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള സെൻസറിങ് അവിടെ നിലനിൽക്കുന്നുണ്ട്. നമുക്കിത് കൃത്യമായിട്ടുള്ള വാർത്തകൾ പുറത്തേക്ക് അറിയുന്നില്ല എന്നുള്ളത് ആണ്. കാരണം നമ്മൾ ഇറാനിലെ കാര്യം മാത്രം അറിയുമ്പോൾ അവിടെ വളരെ ശക്തമായിട്ടുള്ള ബോംബിങ് നടക്കുന്നു, അവിടെ ഇത്ര പേര് മരിച്ചു. പക്ഷേ ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊന്നും മിസൈലിൻ്റെ അല്ലെങ്കിൽ ഡ്രോണിൻ്റെ ഒക്കെ ഡെബ്രി അല്ലെങ്കിൽ ചീള് വന്ന് വീണു, ഒരാൾക്ക് ഇഞ്ചുറി ഉണ്ടായി അല്ലെങ്കിൽ 2 പേർക്ക് ഇഞ്ചുറി ഉണ്ടായി, വലിയ നാശനഷ്ടങ്ങളൊന്നും ഇല്ലെന്നുള്ള റിപ്പോർട്ടുകൾ മാത്രമേ നമുക്ക് കാണാൻ കേൾക്കുവാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ നമുക്കറിയാം ഒരു ഡ്രോൺ വന്ന് വീണ് കഴിഞ്ഞാൽ, ഒരു മിസൈൽ വന്ന് വീണ് കഴിഞ്ഞാൽ എന്തുമാത്രം നാശനഷ്ടം ഉണ്ടാകും, ആൾക്കാർ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇല്ലേ? കാരണം ഇവർ ഈ യുദ്ധം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം മനുഷ്യരല്ലേ, തീർച്ചയായിട്ടും ഇരുഭാഗത്തുള്ള മനുഷ്യരല്ലേ. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഡ്രോൺ വീണാലും ഇവിടുന്ന് അങ്ങോട്ട് വന്ന് ബോംബ് വീണാലും തീർച്ചയായിട്ടും ബിൽഡിങ്ങുകൾ വളരെ, കാരണം ഒരു മിസൈലിൻ്റെയും ഡ്രോൺ അത്രയും പ്രഹരശേഷി ഇല്ലെങ്കിൽ തന്നെ മിസൈൽ അല്ലെങ്കിൽ അതുപോലുള്ള ബാലിസ്റ്റിക് മിസൈലൊക്കെ വന്ന് ഈ പതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാക്കി വെക്കുന്ന നാശനഷ്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ജനങ്ങൾ താമസിക്കുന്ന ഇടങ്ങളാണ് എല്ലായിടവും. അപ്പം ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കും. അതുപോലെ തന്നെ വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ ഇരുഭാഗത്തും ഉണ്ടാകും. പിന്നെ ഈ സമയത്ത് ഓരോ രാജ്യങ്ങളും അവരേർപ്പെടുത്തുന്ന സെൻസറിങ്, മീഡിയ സെൻസറിങ്, അതുകൊണ്ട് തീർച്ചയായിട്ടും പുറം ലോകം കൃത്യമായിട്ടുള്ള വാർത്തകളും അല്ലെങ്കിൽ ഈ നാശനഷ്ടങ്ങളുടെ ഡാമേജസിൻ്റെയും ഡിസ്ട്രക്ഷൻ്റെയും ഒന്നും വ്യാപ്തി കൃത്യമായിട്ട് നമ്മൾ അറിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇസ്രായേലിലൊക്കെ കാര്യമായിട്ടുള്ള ടെലവീവൊക്കെ ഏകദേശം പൂർണ്ണമായിട്ടും നല്ല രീതിയിലുള്ള ഡിസ്ട്രക്ഷൻ അവർ നേരിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. പെട്രോ ഡോളർ വളരെ ശക്തമായിട്ടുള്ള ഒരു വീക്കനിങ് പൊസിഷനിലാണ്. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം പ്രഡിക്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് എവിഡൻസുകളൊന്നുമില്ല. പക്ഷേ നമുക്ക് നിലനിൽക്കുന്ന കണ്ടീഷൻസിൻ്റെ അല്ലെങ്കിൽ അവസ്ഥകളുടെ ബേസിൽ മാത്രമേ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇനിയും ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളും അല്ലെങ്കിൽ സംഭവവികാസങ്ങളും നമുക്ക് വരുന്ന പോലെ നമുക്ക് കാണാം, അല്ലെങ്കിൽ വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.